കുറേ നാളെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോന്റെ ഇൻട്രോ പറയാനായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ട് ഇപ്പൊ ഇൻട്രോ പറച്ചിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള പറച്ചിലൊക്കെയാണ്. പിന്നെ എന്റെ ചാനലിൽ ഇപ്പൊ കണ്ടന്റുകൾ കുറവാണ്, വീഡിയോസ് കുറവാണ്, സമയം സാഹചര്യം ഒന്നും ഒത്തു വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ വന്നേക്കണത് എൻ്റെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ഓൺ എ സാറ്റർഡേ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും സൈഡിലേക്കുള്ള വെടുത്ത് ഇങ്ങനെ കൂടി കൊണ്ടുപോകുമായിരുന്നു. മുകളിലേക്ക് കുറച്ച് ഹൈറ്റ് വെച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ല കാര്യമായിരുന്നു, നടക്കണില്ല, സൈഡിലോട്ടാണ് പോകുന്നത്. നമ്മളുടെ ഹെൽത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുത്താനും തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും നമുക്ക് വയസ്സിങ്ങനെ മുകളിലേക്ക് പോകല്ലോ, ഇത് കുറഞ്ഞു വരുന്നില്ല. അപ്പോൾ ഈ ഫുഡ് അടി വിൻ്ററിൽ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്ന തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഫുഡ് അടി കുറച്ച് കൂടുകയും ചെയ്യും. ആൾക്കാർ ഞങ്ങളെ കാണുമ്പോൾ പറയാനും തുടങ്ങി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് എൻ്റെ വയറ് കുറഞ്ഞു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞങ്ങളുടെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസ മുടക്കിയിട്ടില്ല ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട്. ഞാനൊരു ജിമ്മിൽ പോണ ആളെയല്ല. ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, എന്നെ അറിയുന്നവർക്കും അറിയാം. ഞാൻ കേംബ്രിഡ്ജിൽ ഒരുവിധം എല്ലാ ജിമ്മുകളിലൊക്കെ പോയി ജിമ്മൊക്കെ കണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ പിന്നീട് ഒരിക്കലും ആ ജിമ്മിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. നമുക്ക് എന്തായാലും അധികം താമസിയാതെ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ എൻ്റെ സാറ്റർഡേ രാവിലത്തെ എൻ്റെ മോർണിംഗ് കുറച്ച് നേരത്തെ ഒരു റൂട്ടീനും കൂടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ സാറ്റർഡേ നോർമലി എങ്ങനെയാണ് തുടങ്ങാറുള്ളത് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ മദറിലോ അനിലിൻ്റെ മമ്മി എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണ്. നമ്മൾ ബ്ലാക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കളേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും എല്ലാം നെക്കിൻ്റെ ഡിസൈനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടിയ സമയത്തൊന്നും എനിക്കിത് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം എനിക്കിത് തിരിച്ചിടാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ. ഇപ്പോഴേ ഞാനതിൽ തിരിച്ച് കയറി. ഇത്തിരി ലൂസാണ്, കൈയും ഇത്തിരി ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വീഡിയോയിൽ വന്നിട്ട് ഒരു ഇൻട്രോ പറയണം. നിങ്ങളുടെ എല്ലാവരും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് ഒന്ന് കാണിച്ചു തരും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കിയിട്ട് വരാം. സാറ്റർഡേ രാവിലെ 7:50 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ കാറിനകത്താണ്. കാറിൻ്റെ സ്ഥിതി നോക്കി പുറത്ത് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫുൾ ഐസ് പിടിച്ചേക്കാണ് കാറിൻ്റെ വൈപ്പറിന്. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കണം. ഞാനിപ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് AC കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സാധനം ഒത്തിരി മെൽട്ടായി തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്കിനി സ്ക്രേപ്പർ വെച്ചിട്ട് ഗ്ലാസ് ക്ലിയർ ചെയ്യാം. ഈ ഉള്ളിലൊന്നുമില്ല, പുറത്താണ് ഐസ് കംപ്ലീറ്റ് പിടിച്ചിരിക്കുന്നത്. പുല്ലൊക്കെ കണ്ട ഐസായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, ഇങ്ങനെ ഈ ഷുഗറൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത പോലെ. അപ്പോൾ ഇതേ ഇങ്ങനെ ഇത് ഉരച്ച് കളഞ്ഞിട്ട് വേണം ഗ്ലാസ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഇതിൻ്റെ ഈ സൈഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, റെഡ് കളറിൽ കാണുന്നത്. ബ്ലാക്ക് കളറിൽ കാണുന്നത് ഒരു ഇത്തിരി കൂടിയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിലിക്കോണിൻ്റെ സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് വേണം മറ്റേ സാധനം വെച്ചിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളയാനായിട്ട്. ഇത് ഇവിടെയൊക്കെ ഐസായിട്ട് വീണുണ്ട്. കുറച്ച് നേരം കാറിങ്ങനെ ഹീറ്ററിൽ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയറായി കിട്ടും കേട്ടോ. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ ചിരണ്ടി കളയാം. എൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് തോവായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. ഈ വർഷം ഞാൻ ഗ്ലൗസ് പുറത്തേക്ക് എടുത്തിട്ടില്ല. എനിക്ക് കൈ തണുക്കണേക്കാളും എൻ്റെ കാലും മൂക്കൊക്കെയാണ് തണുക്ക്.
ഹാറ്റ് ഇടാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഈ സൈഡിലത്തെ വിങ് മിററിൻ്റെ ഒക്കെ മുകളിൽ കണ്ട ഐസ് ഇരിക്കണേ. ഇങ്ങനെയാണ് സ്ട്രീറ്റ് കേട്ടോ. റോഡുകൾ കണ്ട വെള്ള കളറിൽ കാണുന്നതൊക്കെ ഐസാണ്. അതുപോലെ വീടിൻ്റെ മുകളിലും ഓടിൻ്റെ മുകളിലൊക്കെ ഐസ് ഉണ്ട്. ഓ, എൻ്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. എൻ്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ള കളറായിട്ട് ഞാൻ മിക്കതും അകത്ത് പോയിട്ട് ഗ്ലൗസ് എടുക്കേണ്ട സ്ഥിതിയാണെന്ന് തോന്നുന്നുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യട്ടെ. ഇത് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് കയറി നോക്കാം. നല്ല സുഖമുണ്ട്. നല്ല തണുത്തിട്ട് എൻ്റെ കൈ ഒരു പരുവായി. അപ്പോൾ ഇതേ നോക്കിയാൽ ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നടുവിലേക്ക് എനിക്ക് എത്തൂല, അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് ക്ലിയർ ആകാൻ പറ്റിയില്ല. ആ സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വിൻഡോ ചെയ്തു, അതുപോലെ എൻ്റെ സൈഡിൽ വിൻഡോയും ചെയ്തു. അപ്പോൾ കുറേയൊക്കെ നമുക്ക് കാണാം, സേഫാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മുഴുവനും പോയിക്കോളും. ഇപ്പോൾ ഈ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് പോയാൽ മതി. ഇവിടെയൊക്കെ കണ്ടോട്ടെ, അകത്തടക്കം ഐസ് പിടിച്ചു. ഓ, എന്തോരം ഹീറ്റിങ് ഞാൻ ഇട്ടേക്കണേന്നറിയോ. എന്നിട്ടും അകത്ത് പിന്നെയും ഐസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കടയിൽ പോട്ടെ. അപ്പം ഞാൻ ഷോപ്പ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ബാഗുകളിലൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെ വൈപ്പും ഒക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2023 കലണ്ടേഴ്സൊക്കെ ഇതേ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 2023 തുടങ്ങുന്നതിൻ്റെ മുമ്പ് നോക്കിയപ്പോൾ ഇത്രയധികം സെലക്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം റെഡ്യൂസ് ചെയ്തു. 6 പൗണ്ടിൻ്റെയൊക്കെ കലണ്ടർ ഇപ്പം 1 പൗണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിംഗ് കുറച്ചും കൂടി എളുപ്പമാക്കാം നമുക്ക്. അപ്പം നാട്ടിലിത് ഉണ്ടാവുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, കുറേ നാളായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റം എൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്യാം. അപ്പം നമ്മുടെ മെഷീനിൽ വരും എത്രയാണ്. ക്ലിയർ ആവണില്ല. കലണ്ടർ 4.50 റെഡ്യൂസ് ചെയ്തിട്ട് 1.50 ആണ് ഇപ്പോൾ ഇതിന്. അപ്പോൾ ഇനി നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോഴും ഇത് സ്കാൻ ചെയ്ത് വെക്കുക. അവസാനം ഒരു മെഷീനുണ്ട്, അതിൽ പോയി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അതിൽ വരും. പൈസ പേ ചെയ്യുക, പോരും. അപ്പോൾ നമുക്കൊരാളുടെ ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ പോണത്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് സമയം ലാഭിക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ കലണ്ടർ വേണ്ട, ഞാൻ ഓൾറെഡി കലണ്ടറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ബാർകോഡ് സ്കാൻ ചെയ്യുക. വുഡ് യു ലൈക്ക് ടു റിമൂവ് എന്ന് ചോദിക്കും. അപ്പോൾ യെസ് പറഞ്ഞാൽ ഐറ്റം നമ്മുടെ ഇതിൽ നിന്ന് പോകും. 0 തന്നെ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഷോപ്പിംഗ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാനായിട്ട് ചെയ്തതാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നു. എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ ഞാൻ കൈയൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ മോൾ ഭാഗമൊക്കെ ചുമന്നിരിക്കുന്ന കേട്ടോ. അവിടെയൊക്കെ തണുത്തിങ്ങനെ വിറങ്ങിച്ചിരിക്കുക. കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് പുറത്ത്. പക്ഷേ വെയിലിനൊന്നും ചൂടൊന്നുമില്ല. ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ചൂടൊന്നും വരാൻ പോകണില്ല. എന്നാലും ചിലപ്പോൾ ഐസൊക്കെ ഒന്ന് ഉരുകിയിരിക്കും. നല്ല സുഖമുള്ള ടെമ്പറേച്ചർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കൊളീഗ്, കുറച്ച് നാൾ മുന്നേ റുമേനിയയിൽ നിന്നായിരുന്നു. അപ്പോൾ അവൾ പറയുമായിരുന്നു അവരുടെ അവിടെ -40 ആണ് വിൻ്ററിൽ വരിക, ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ സമ്മർ ആകുമ്പോൾ +40. ഈ നിൽക്കുന്നത് എൻ്റെ തുളസിയാണ് കേട്ടോ. തുളസീൻ്റെ കാര്യം പരിതാപകരമാണ്. അത് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിന് മുകളിൽ എന്തൊക്കെയോ ഒരു വെള്ള കളറിലൊരു ഫംഗസ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിങ്ങൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് കുക്കിങ്ങിന് കയറാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഡാഡി വിളിച്ചു. പിന്നെ ഡാഡിയും മമ്മിയും എൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തേക്ക് ഒരു ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ 1 കിലോ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു റെഡ് അണിയൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അതും ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഈ സവാളയും വെളുത്തുള്ളിയും നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ചെയ്യണത്. അതല്ലെങ്കിൽ സാധാരണ പ്രഷർ കുക്കറിലും ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. വേവിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ. നല്ലോണം വെള്ളം ഒഴിക്കുക. ഇത് മുങ്ങിക്കിടക്കണ തരത്തിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള സൂപ്പാണ്.
അവിടെ ഇരുന്നിട്ട് ആവട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു ചെറിയ സവാളയുടെ പകുതി ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതും ഇതിൻ്റെ കൂടെ ഇടാം. 1 ടേബിൾ സ്പൂൺ തൈരും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം, ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം. അപ്പം ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇടണില്ല, കാരണം കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേ റവയും അരിപ്പൊടിയൊക്കെ നല്ല ലൂസായിട്ട് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനിൽ കുറച്ച്, ഞാനിവിടെ ചെയ്യണത് കോക്കനട്ട് ഓയിലിൻ്റെ സ്പ്രേ ഉണ്ട്, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി, ഒന്ന് തുടച്ചാൽ മതി, കുറച്ച് എണ്ണ മതി. ഇങ്ങനെ ഈ ലൂസായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അത് വെന്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മിൻറ്റ് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിൻറ്റും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിക്കുക. ഒരു ഇത്തിരി പഞ്ചസാര ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മിൻറ്റ് ചട്നിയുടെ കൂടെ നമുക്ക് റവ ദോശ കഴിക്കാം. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. 3 റവ ദോശയും ഇത്തിരി ഞാൻ ചട്നി എടുത്തുള്ളൂ, കാരണം നല്ല എരിവുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി എടുക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അയിലക്കറിയാണ്. കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ അയിലയും, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ, അയില കഷ്ണങ്ങളാക്കിയതും, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു 3-4 കഷ്ണം നമ്മുടെ കുടംപുള്ളി, അത്രയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അയില ഇവിടെ മുളക് പരട്ടി കുറച്ച് ഭാഗങ്ങളിലേക്ക് പരട്ടി എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ നല്ലോണം പരട്ടാണ്ട് അതിവിടെ വറുക്കാനായിട്ടും പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉച്ചക്കലത്തെ ലഞ്ച്. റൈസ് ബ്രൗൺ റൈസാണ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അയില മീൻകറി കുടംപുള്ളിയൊക്കെ ഇട്ട് വെച്ചത്, പിന്നെ ഫിഷ് ഫ്രൈ, അയില ഫ്രൈ. അപ്പോൾ ഇത് ക്യാരറ്റ് സൂപ്പ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. ഇത് ഹാൻഡ് ബ്ലെൻഡറാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യണേ. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മിക്സിയുടെ ഉള്ളിലേക്ക് ഇതിട്ടിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഒരുവിധമൊക്കെ കഷ്ണങ്ങൾ ഉടഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ ഫുഡ്, ക്യാരറ്റ് സൂപ്പ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രീം വെച്ചിട്ട് ഒന്നിങ്ങനെ സ്വേള് പോലെ ഇട്ടിട്ടുണ്ട്. ഒരു ഭംഗിക്ക് ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായ? അപ്പോൾ നിങ്ങളിത് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിലിപ്പോൾ എന്താ വ്യത്യാസം ഉള്ളത്, കാരണം രാവിലെ ദോശ കഴിച്ചു, ഉച്ചയ്ക്ക് ചോറും കറികളും കഴിച്ചു, വൈകുന്നേരം സൂപ്പ് കഴിച്ചു. ശരിയാണ്, ചിലപ്പോൾ വൈകുന്നേരം ചോറ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിക്കണം. അതല്ലാണ്ട് വൈകുന്നേരത്തെ ഫുഡ് വ്യത്യാസം വരുത്തില്ലാണ്ട് വേറെ എന്താണ് ഇതിൽ ഡിഫറൻസ്? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകും നിങ്ങൾക്ക്? കാരണം ഞാൻ പറയുന്ന പോലെ ഞങ്ങൾക്ക് 6 മാസം പോലും എടുത്തിട്ടില്ല ഈ ഒരു ചേഞ്ചിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.